PM ശ്രീ പദ്ധതിയിൽ ഇടഞ്ഞു നിൽക്കുന്ന CPI അനുനയിപ്പിക്കാൻ സജീവ നീക്കം. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി MN സ്മാരകത്തിലെത്തി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ കാണുന്നു. ഗൾഫ് പര്യടനം കഴിഞ്ഞ് തിരിച്ചെത്തിയ ശേഷം മുഖ്യമന്ത്രിയും ചർച്ചകൾക്ക് നേതൃത്വം നൽകും. സൗഹൃദ സന്ദർശനമെന്നാണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണം. എന്താണ് സന്ദർശനം? ഒരു സൗഹൃദ സന്ദർശനം പ്രധാനമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് തിരുവനന്തപുരത്തെ CPI സംസ്ഥാന കമ്മിറ്റി ഓഫീസായ MN സ്മാരകത്തിൽ ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായും മന്ത്രി GR അനിലുമായും ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് പൊളിറ്റിക്കൽ എഡിറ്റർ R ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, വിവരങ്ങൾ. ദിലീപ്, അല്പം മുമ്പാണ് മന്ത്രി വി ശിവൻകുട്ടി MN സ്മാരകത്തിലെത്തി CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായും CPIയുടെ ദേശീയ കൌൺസിൽ അംഗമായ GR അനിലുമായും ചർച്ച നടക്കുന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഏകപക്ഷീയമായി ധാരണാപത്രം ഒപ്പിട്ടതിനെ സംബന്ധിച്ച് CPI കടുത്ത അമർഷത്തിലും പ്രതിഷേധത്തിലുമാണ്. CPI അനുനയിപ്പിക്കാനുള്ള ചർച്ചകളുടെ ഭാഗമായാണ് മന്ത്രി വി ശിവൻകുട്ടി എത്തിയത്. PMC പദ്ധതിയുമായി ബന്ധപ്പെട്ട ഫയലുകളടക്കമുള്ള വിവരങ്ങളുമായിട്ടാണ് അദ്ദേഹം മന്ത്രി വി ശിവൻകുട്ടി ഇപ്പോൾ ബിനോയ് വിശ്വത്തെ കാണുന്നത്. ഏത് സാഹചര്യത്തിലാണ് ധാരണാപത്രം ഒപ്പിടേണ്ടി വന്നത്, എന്താണ് ചർച്ച നടക്കാതെ പോയതിന് കാരണം തുടങ്ങിയ കാര്യങ്ങൾ ബിനോയ് വിശ്വത്തോട് വിശദീകരിക്കും. എന്തായാലും ചർച്ച നടക്കാത്തത് വീഴ്ചയാണെന്ന് ബിനോയ് വിശ്വത്തോട് സമ്മതിക്കാൻ ഉറച്ചാണ് വി ശിവൻകുട്ടി എത്തുന്നത്. അത്തരമൊരു വിലയിരുത്തൽ CPIഎമ്മിന് ഇന്നലെ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ചർച്ച നടന്നാൽ CPI എതിർക്കുമെന്നതുകൊണ്ടാണ് അത്തരമൊരു നീക്കം നടത്തേണ്ടി വന്നത് എന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ വിശദീകരണം. അത്തരം കാര്യങ്ങളെല്ലാം ഈ ചർച്ചയിൽ വരും. തെരഞ്ഞെടുപ്പിന്റെ അവസാന വർഷം പണമില്ലാത്ത മൂലം വിദ്യാഭ്യാസ വകുപ്പ് സ്തംഭനാവസ്ഥയിലേക്ക് പോകുന്നത് തടയുന്നതിന് വേണ്ടിയാണ് PMC പദ്ധതി സ്വീകരിച്ചത് എന്നാണ് വി ശിവൻകുട്ടി വിശദീകരിക്കാൻ പോകുന്നത്. എന്നാൽ ഈ വിശദീകരണം എത്ര കണ്ട് CPIക്ക് തൃപ്തികരമാകുമെന്ന കാര്യം സംശയമാണ്. രാഷ്ട്രീയ നയം ബലികഴിച്ചാണ്, അതായത് ദേശീയ വിദ്യാഭ്യാസ നയം അവിഭാജ്യ ഘടകമായ PMC പദ്ധതി വാരിപ്പുണരുമ്പോൾ അവിടെ സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം അടിയറ വെച്ചു എന്ന വിമർശനമാണ് CPIക്കുള്ളത്. ആ ഒരു വിശദീകരണത്തിൽ എത്രമാത്രം CPI വഴങ്ങുമെന്നാണ് ഇനി അറിയാനുള്ളത്. ദിലീപ്. ശ്രീജിത്ത്, ഏതായാലും ഇന്നത്തെ ഈ ചർച്ചയിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്ന് കരുതാൻ കഴിയില്ല. കാരണം തിങ്കളാഴ്ച CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് വിളിച്ചിരിക്കുകയാണ്. ആലപ്പുഴയിൽ CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് ചേരുന്നുണ്ട്. അന്ന് മുഖ്യമന്ത്രിയും ഈ പുന്നപ്ര വയലാർ വാർഷികവുമായി ബന്ധപ്പെട്ടതിന്റെ സമാപന ചടങ്ങുകളിൽ പങ്കെടുക്കാൻ എത്തുന്നുണ്ട്. ഒരുപക്ഷെ CPIയുടെ അന്തിമ തീരുമാനം ഉണ്ടാവുക തിങ്കളാഴ്ചയാണ്. അത് ഇന്നലെ ബിനോയ് വിശ്വം വ്യക്തമാക്കിയതുമാണ്. എന്തായിരിക്കും CPIക്ക് മുന്നിലുള്ള വഴികൾ, ശ്രീജിത്ത്? ദിലീപ് സൂചിപ്പിച്ചത് വളരെ പ്രസക്തമായ കാര്യമാണ്. ഈ ചർച്ച വെറും ഒരു മഞ്ഞുരുക്കത്തിന്റെ തുടക്കം മാത്രമേ കരുതാൻ കഴിയൂ, അല്ലെങ്കിൽ സമവായ ചർച്ചകളുടെ തുടക്കമായി മാത്രമേ കരുതാൻ കഴിയൂ. എന്താണ് ഒപ്പിടാനുള്ള പരിസ്ഥിതി എന്ന വിശദീകരണത്തിനപ്പുറം കാതലായ പ്രശ്നങ്ങളിലേക്ക് തീർപ്പുണ്ടാക്കാൻ ഉതകുന്ന ഒരു ചർച്ചയായിരിക്കില്ല ഇത്. അത്തരം ചർച്ചകൾ മുഖ്യമന്ത്രി വിദേശ പര്യടനം കഴിഞ്ഞ് മടങ്ങി വന്ന ശേഷം മാത്രമേ ഉള്ളൂ. 27-ന് മുഖ്യമന്ത്രി എറണാകുളത്തും ആലപ്പുഴയിലെ പുന്നപ്രയിലുമാണ് മുഖ്യമന്ത്രിക്ക് പരിപാടികളുള്ളത്. അവിടെ വെച്ച് അന്ന് CPIയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ആലപ്പുഴയിലുണ്ട്. അവിടെ വെച്ചൊരു ചർച്ചയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ അന്ന് രാവിലെ 10:30 CPIയുടെ ജില്ലാ കൌൺസിൽ ഓഫീസായ TV സ്മാരകത്തിൽ വെച്ച് ഇത്തരം CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് ചേർന്ന് ഭാവി നടപടികൾ തീരുമാനിക്കും. നേരത്തെ ഇന്നലെ നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിൽ 3 ദിവസത്തിനകം തിരുത്തൽ നടപടി ഉണ്ടാകണമെന്നാണ് CPIയുടെ ആവശ്യം. ആ തിരുത്തൽ നടപടി ഉണ്ടായില്ലെങ്കിൽ 29 നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് CPI മന്ത്രിമാർ വിട്ടുനിൽക്കും എന്നും അറിയിക്കുന്നു. എന്തായാലും PMC പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകാൻ CPM-ഉം സർക്കാരും തയ്യാറല്ല. ഒപ്പിടാനിടയായ സാഹചര്യം വിശദീകരിച്ച് CPIയെ അനുനയിപ്പിക്കാവുന്ന പോംവഴി മാത്രമാണ് അവർക്ക് മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനോട് എത്രമാത്രം CPI സ്വീകരിക്കും, വഴങ്ങും എന്ന കാര്യമാണ് അറിയാനുള്ളത്. ശ്രീജിത്ത്, ഇന്ന് ഒരേ സമയം തന്നെ ഈ അനുനയ ചർച്ചകളൊക്കെ നടക്കുമ്പോഴും CPIയുടെ യുവജന വിദ്യാർത്ഥി സംഘടനകൾ മന്ത്രി വി ശിവൻകുട്ടിക്കെതിരായ സമരത്തിന്റെ പാതയിലേക്ക് പോയിരിക്കുകയാണ്. ഇന്ന് വൈകിട്ട് മന്ത്രി വി ശിവൻകുട്ടിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ മറ്റൊരു കാര്യം, ഇന്നലെ മന്ത്രി വി ശിവൻകുട്ടിയുടെ വാർത്താ സമ്മേളനത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിലൊന്ന് തന്ത്രപരമായ തീരുമാനമാണ് എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊന്ന്, ദേശീയ വിദ്യാഭ്യാസ നയത്തിന് എന്താണ് കുഴപ്പം, താൻ മാറിയിട്ടുണ്ട് എന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിരുന്നു. അങ്ങനെ എന്താണ് കുഴപ്പം ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിന് എന്ന ചോദ്യം ഈ കൂടിക്കാഴ്ചയിൽ ബിനോയ് വിശ്വത്തോടോ അല്ലെങ്കിൽ CPI നേതാക്കളോടോ ഒക്കെ മന്ത്രി വി ശിവൻകുട്ടി ചോദിക്കുമോ, ശ്രീജിത്ത്?
ദിലീപ്, അത്തരമൊരു ചോദ്യം ഉന്നയിക്കാൻ കഴിയില്ല. കാരണം ഇന്നലെ പറഞ്ഞത് ശിവൻകുട്ടിയുടെ ഭാഗത്തുണ്ടായ ചില വീഴ്ചയാണ് എന്ന തരത്തിലുള്ള ചർച്ചകൾ CPIM-നകത്ത് തന്നെയുണ്ട്. ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട് മധുര പാർട്ടി കോൺഗ്രസും CPIM-ന്റെ നിരവധി കേന്ദ്ര കമ്മിറ്റികളുമൊക്കെ ശക്തമായ നിലപാടും പ്രമേയവും പ്രസ്താവനകളും ഒക്കെ ഇറക്കിയിട്ടുണ്ട്. ഇന്ന് ഒരു ദിനപത്രത്തിൽ വന്ന വാർത്തയിൽ പറയുന്നത് പോലെ 68 പേജുള്ള ദേശീയ വിദ്യാഭ്യാസ നയത്തെപ്പറ്റി ഏതാണ്ട് അതിന്റെ 10 മടങ്ങ് ഇരട്ടിയുള്ള പ്രസ്താവനകൾ CPIM ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയം വർഗീയ അജണ്ട നടപ്പിലാക്കാനുള്ള ആസൂത്രിതമായ സംഘപരിവാറിന്റെ ശ്രമമാണെന്ന വിമർശനം അവിടെ നിൽക്കുമ്പോൾ അത് സ്വീകരിക്കേണ്ടി വരുമെന്ന് ഒരു CPIM-ന്റെ മന്ത്രി, സംസ്ഥാന സമിതി അംഗമായ ഒരു മന്ത്രി പറയുമ്പോൾ അതിന്റെ ഗൗരവം വർദ്ധിക്കുകയാണ്. അതുകൊണ്ട് അത്തരം ചോദ്യങ്ങൾ ഇവിടെ CPI-യോട് ഉന്നയിക്കാനുള്ള ധൈര്യം അല്ലെങ്കിൽ ഒരു നിലപാട് ശിവൻകുട്ടി കാണിക്കുമോ എന്ന കാര്യം സംശയമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.